ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടട്ടെ. ആദരണീയനായ രഞ്ജിത് അച്ഛൻ, ബഹുമാന്യനായ വൈദികരെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും ദൈവ തിരുനാമത്തിൽ സ്നേഹവന്ദനം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ധ്യാന കൂടാരത്തിലെത്തുന്നത്. നിങ്ങളൊക്കെ പലതവണ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടുള്ളവരായിരിക്കും. ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ ഒരു കൂട്ടായ്മ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ CMI സന്യാസ സമൂഹത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യാവതാര കാലത്തിൻ്റെ ആമുഖമായി 25 നോമ്പ് നമ്മുടെ സഭയിൽ ഇന്നലെ മുതൽ ആരംഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് ഒരുങ്ങാൻ വേണ്ടിയാണ് സഭ ഈ നോമ്പ് നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും സ്തുതികളും സ്തോത്രങ്ങളുമൊക്കെ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് ആത്മീയമായി ശാരീരികമായി ഒരുങ്ങുന്ന ഒരു കാലം. എന്തിനാണ്? നമുക്ക് ജീവിതത്തിൻ്റെ മുഴുവൻ കേന്ദ്രമായ സർവശക്തനായ ദൈവത്തെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് ഈ ഒരുക്കം. ബേത്ലഹേമിലേക്ക് കുഞ്ഞിനെ കാണാൻ, ശിശുവിനെ കാണാൻ ആട്ടിടയന്മാർ പോയി, ജ്യോതി ശാസ്ത്രജ്ഞന്മാർ, വിദ്വാൻമാർ പോയി. അവര് പുൽക്കൂട്ടിൽ ശയിച്ച ഉണ്ണിയെ കാണുകയും അവന് കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്തു. വലിയ സന്തോഷത്തോടാണ്, അഭിമാനത്തോടാണ്, നിറഞ്ഞ കൃപയോടാണ് അവരൊക്കെ തിരികെ പോയത്. സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വന്നു. അവർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ഒരു സ്വർഗീയ അനുഭവം നേടാൻ വേണ്ടിയാണ് മാലാഖമാരെ പോലെ, ആട്ടിടയന്മാരെ പോലെ, പൂജരാജാക്കന്മാരെ പോലെ നമ്മളും ഈ 25 ദിവസം പ്രത്യേകമാം വിധം ഒരുങ്ങി അവിടുത്തെ മുഖാമുഖം കാണാനാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയാണ്. അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ ശോഭ, അവിടുത്തെ കൃപ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോറ്റ് ഈ 24-ാം തീയതി വരെ കാത്തിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു നോമ്പ്, ഒരു മനുഷ്യാവതാര രഹസ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഇതിൽ കൂടുതൽ വലിയ അത്ഭുതം വല്ലതുമുണ്ടോ? പാപികളും ബലഹീനരും കുറ്റക്കാരുമായ നമ്മളെ കാണാൻ, നമ്മളോട് ഒത്തുവസിക്കാൻ, നമുക്ക് അനുദിനം ആഹാരം നൽകാൻ, നമ്മളോട് ദൈവവചനം അറിയിക്കാൻ പിതാവായി ദൈവം പുത്രനെ അയച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് പരിമിതിയില്ല, ആ സ്നേഹത്തിന് മതിലുകളില്ല. മതിലുകളും അതിരുകളുമില്ലാതെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. അതിൻ്റെ പേരാണ് ക്രിസ്മസ്. പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ, മതിലുകളില്ലാതെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു.
എന്നതിൻ്റെ മറ്റൊരു പേരാണ് ക്രിസ്മസ്. അവിടുന്ന് താണിറങ്ങി വരികയാണ്. സ്വർഗം വിട്ട് നമ്മിലൊരുവനായി നമ്മെപ്പോലെ പുൽക്കൂട്ടില് മനുഷ്യാവതാരം ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് കൂടെ വസിക്കുക, ഒരുമിച്ചായിരിക്കുക. യേശു നമ്മിലായിരിക്കുക, നാം അവനോടൊത്തായിരിക്കുക. അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. അകന്നിരിക്കുകയല്ല, അടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ അനുഭവിക്കുന്നത് എപ്പോഴാണ്? പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഓരോ കുർബാന സ്വീകരണവും ക്രിസ്മസാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ക്രിസ്മസും ആഘോഷിക്കുമ്പോൾ ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണവും വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം ഇറങ്ങി വരുന്ന അവസ്ഥയാണ്, ദൈവത്തെ കാണുന്ന അവസ്ഥയാണ്, ദൈവത്തെ തൊടുന്ന അവസ്ഥയാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എനിക്കൊരു ചെറിയ സംശയം നിങ്ങളെ കണ്ടപ്പം. വെറുതെ കുർബാന സ്വീകരിച്ചിട്ട് പോകുകയാണോ, അതോ അത് എന്നിലേക്ക് ക്രിസ്തുമസ് ഉണ്ണി ഈശോ വന്ന് പിറക്കുകയാണ്? ഈ ഒരു അനുഭവം എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ അവർക്കാണ് ക്രിസ്തു അനുഭവം ഉള്ളത്. അല്ലാത്തവരൊക്കെ വെറുതെ കുർബാന സ്വീകരിച്ചു പോകുന്നു എന്ന് മാത്രം. ക്രിസ്തു അനുഭവത്തിൽ എത്തണമെങ്കിൽ ഓരോ കുർബാന സ്വീകരണവും ക്രിസ്മസായി അനുഭവിക്കണം. ജ്യോതിശാസ്ത്രജ്ഞന്മാരും ആട്ടിടയന്മാരും മാലാഖമാരും ഒക്കെ അനുഭവിച്ചതുപോലെ. ഇന്നത്തെ സുവിശേഷം നമുക്ക് അല്പമൊന്ന് വിചിന്തനം ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുമൊഴികളാണ് നമ്മൾ കേട്ടത്. വളരെ രസകരമായ ഒരു സുവിശേഷം, വളരെ നാടകീയമായ ഒരു സുവിശേഷം. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ആനന്ദം തോന്നും. എന്താണ് അതിൻ്റെ പ്രത്യേകത? വളരെ ചുരുക്കമായി ഞാനത് പറയാം. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു, വചനം അവളിൽ വന്നു. അവൾ താമസിക്കുന്ന നസ്രത്തിലാണ്. ആ നസ്രത്തിൽ നിന്ന് അവൾ ഒരു മലയുടെ മുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. യൂദയായിൽ ഉള്ള ഒരു മലം പ്രദേശത്തേക്ക് മൈലുകൾ നടക്കണം. അവിടെ ആരെയാണ് അവൾ കാണാൻ പോകുന്നത്? എലിസബത്ത്. അവളും ദൈവകൃപ നിറഞ്ഞവളാ. സഖറിയായുടെ ഭാര്യയാണ്, സഖറിയ പുരോഹിതന്റെ ഭാര്യയാണ്. അവളും ദൈവത്തിൽ നിന്ന് കൃപ കിട്ടി പ്രായമായ കാലത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ? 2 ഗർഭിണികളായ സ്ത്രീകളുടെ കൂടിക്കാഴ്ചയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും സൗന്ദര്യമായ കാര്യം. 2 സ്ത്രീകൾ, 2 ഗർഭിണികളായവര് കൂടിക്കാഴ്ച നടത്തുന്നു. ഇനി അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത്. എന്താ? ഇത്രയും ദൂരം തിടുക്കത്തിൽ പരിശുദ്ധ മറിയം യാത്ര ചെയ്ത് എലിസബത്തിന്റെ ഭവനത്തിൽ എത്തുമ്പോൾ അവിടെ പിന്നെ ഉത്സവമാ, അവിടെ തിരുവോണമാ, അവിടെ പെരുന്നാളാ. എന്താ? ഓടി വന്ന് എലിസബത്ത് മറിയത്തെ കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു. കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ, നീ എന്നെ കാണാൻ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്ക് എങ്ങനെ ഭാഗ്യം കിട്ടി? നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൽ വാഴുന്ന ശിശുവും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങ് പുകഴ്ത്താൻ തുടങ്ങുക, നന്മകൾ പറയാൻ തുടങ്ങുകയാണ്. ആ നന്മകൾ അങ്ങനെ പൂർത്തീകരിച്ചിട്ട് അവസാനം പറയുക, നീ വിശ്വാസത്തിൽ ഉൾപ്പെട്ടവളാണ്, അതുകൊണ്ട് നീ വിശ്വസിച്ചവളാണ്, ഭാഗ്യവതിയാണ്. ഇത് കഴിയുമ്പോഴാണ് മറിയം ഒരു പാട്ട് പാടാൻ തുടങ്ങും. മാഗ്നിഫിക്കാത്ത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുള്ള ഏറ്റവും മനോഹരമായ പഴയ നിയമത്തിലെ ഗാനം
അമ്മ പാടുകയും ചെയ്യുകയാണ്. അത് ദൈവസ്തുതിയാണ്. അത് പഴയ നിയമത്തിൻ്റെ ഈരടികളാണ്. എത്ര മനോഹരമായൊരു മുഹൂർത്തം! രണ്ടുപേരും ദൈവത്താൽ കൃപ നിറഞ്ഞു. അവർ കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അവർ പരസ്പരം പുകഴ്ത്താൻ തുടങ്ങി. ആ പുകഴ്ത്തലിൻ്റെ അവസാനം ദൈവസ്തുതികളിലേക്ക് മാറുകയാണ്. ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാ. എങ്ങനെയാ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്? നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നുണ്ടല്ലോ. വീട്ടില് ഭർത്താവിനെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുമ്പോൾ കൃപയുടെ ഒരു നിറവ് അവിടെ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ അധരത്തിൽ നിന്ന്, വായിൽ നിന്ന്, നാവിൽ നിന്ന് സ്തുതിപ്പുകളാണോ വരുന്നത്? അതോ നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക? സ്തുതിപ്പുകൾക്ക് പകരം മറ്റ് എന്തെങ്കിലുമാണോ? പരസ്പരം ബഹുമാനിക്കുന്ന പദങ്ങളാണോ വീട്ടിൽ പറയുന്നത്? അത് കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? പള്ളിയിലിരുന്ന് മഹത്വപ്പെടുത്താൻ എളുപ്പമാണ്. ഇതുപോലെ ഒരു ധ്യാന കൂടാരത്തിലിരുന്ന് സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും വളരെ എളുപ്പമാണ്. വീട്ടിൽ ചെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കി സ്തുതിപ്പ് പറയാൻ കഴിയുമോ നിനക്ക്? സഹോദരന്റെ മുഖത്ത് നോക്കി നന്മ പറയാൻ കഴിയുമോ നിനക്ക്? കഴിയുമെങ്കിൽ മാത്രമേ കൃപ നീ കണ്ടെത്തിയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിന്നിൽ കൃപയില്ല. കൃപയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായത്. കൃപ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്ന ഒരു നന്മയുടെ പേരാണ്. ആ കൃപ ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളൊരു വ്യക്തിയെ സ്നേഹപൂർവം കാണാനും ആശ്ലേഷിക്കാനും അയാളോട് ക്ഷമിക്കാനും പൊറുക്കാനും ദൈവസ്തുതി പാടാനും കഴിയൂ. ഹല്ലേലൂയ. അല്ലാത്തൊരു വ്യക്തിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഈ ധ്യാന കൂടാരത്തിൽ പുറത്തു പോകുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ, തെരുവിലൂടെ നടക്കുമ്പോൾ, അയൽവക്കത്ത് നിൽക്കുമ്പോൾ കൃപ കണ്ടെത്തിയവരെ പോലെ നിൽക്കണം. കൃപ കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. ആ കൃപ പ്രകടമാകണം. അതിനുവേണ്ടി പരിശുദ്ധ കുർബാനയിൽ തീഷ്ണമായി പ്രാർത്ഥിക്കണം. അരൂപിയുടെ നിറവിനായി പ്രാർത്ഥിക്കണം. ഇതാണ് ഒന്നാമത്തെ ധ്യാന ചിന്ത. കൃപ കണ്ടെത്തണം. ആ കൃപ മറ്റുള്ളവരിലേക്ക് വാക്കുകളായി, പുഞ്ചിരികളായി, ദൈവസ്തോത്രങ്ങളായി എത്തണം. 2, ഇവിടെ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണങ്ങളൊക്കെ നടത്താറില്ലേ? നമ്മൾ തലകുനിച്ച് നിൽക്കില്ലേ? എന്താണ്? സക്രാരിയിലെ വിശുദ്ധ കുർബാന അരളിക്കായിലെടുത്ത് വൈദികൻ ആഘോഷത്തോടെ നമ്മുടെ ഇടയിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തലവണങ്ങി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പാടി പ്രാർത്ഥിക്കും. ചിലർ കമിഴ്ന്നു വീഴും, ചിലരതെ തൊടാൻ ശ്രമിക്കും, അല്ലേ? ആദ്യത്തെ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണമാണ് ഇന്ന് വായിച്ചത്. ആദ്യത്തെ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടന്നത് ഇന്നാ. ഈ സുവിശേഷത്തിൽ കിടപ്പുണ്ട്. അതാ പരിശുദ്ധ അമ്മ കർത്താവായ യേശുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സക്രാരിയായി യൂദയായിൽ ചെന്നതാ. ആദ്യത്തെ നടപ്പ്. ആ നടപ്പാണ് ഇപ്പം നമ്മൾ നടക്കുന്നത് ഇവിടെ. പരിശുദ്ധ അമ്മയാണ് ജീവിച്ച ആദ്യത്തെ സക്രാരി. അവളിലാണ് ഈശോ അപ്പമായവൻ ആദ്യമായി വന്നിറങ്ങിയത്. അവനെയും വഹിച്ചുകൊണ്ടാണ് എവിടേക്ക് പോയത്? ബന്ധു വീട്ടിലേക്ക് പോയത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, അല്ലെ നമ്മോട് തന്നെ ചോദിക്കാനുള്ള ഇതാണ്. ഏതാനും നിമിഷം കഴിയുമ്പോൾ നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കും. അപ്പൊ നിങ്ങൾ ആരാകും? ജീവിക്കുന്ന സക്രാരികളാകും. കർത്താവിനെ വഹിക്കുന്ന പേടകങ്ങളാകും. ഇനി നിങ്ങളെ കാണുമ്പോൾ മനുഷ്യരെന്താ തൊഴണോ തൊഴിക്കണോ?
നിങ്ങളുടെ മുഖം കാണുമ്പോൾ, നിങ്ങളുടെ യാത്രകൾ കാണുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? നമ്മുടെ മനസ്സിൽ ആ ബോധ്യമുണ്ടോ? എൻ്റെ കർത്താവ് എന്നിൽ ജീവിക്കുന്നു, ആ ജീവിക്കുന്ന കർത്താവ് എന്നിലുണ്ട്, ഞാൻ അനേകർക്ക് അതുവഴി കൃപ കൊടുക്കും. പലപ്പോഴും നമ്മുടെ കുർബാന സ്വീകരണങ്ങൾ വെറും സ്വീകരണങ്ങൾ മാത്രമാണ്. സ്വീകരിച്ചു കഴിഞ്ഞു, നമ്മൾ വേറെ മനുഷ്യരായി. അതല്ല, പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, കുഞ്ഞേ, നീ കർത്താവിനെ സ്വീകരിച്ച് നീ യാത്ര ചെയ്യുമ്പോൾ നീ ജീവിക്കുന്ന പേടകമാണ്, ജീവിക്കുന്ന സക്കറാരിയാണ്, മറക്കരുത്. അത് മറ്റുള്ളവർക്ക് അനുഭവമാകണം. നിന്റെ കൃപ മറ്റുള്ളവർക്ക് കിട്ടണം, അനേകർക്കത് വെളിച്ചമാകണം. എലിസബത്തിന് അത് കൃപയായതുപോലെ നമ്മൾ സ്വീകരിക്കുന്ന കുർബാന അനുഗ്രഹവും സ്തോത്രവും ബലിയുമായിട്ട് അനേകർക്ക് അനുഭവപ്പെടണം. എങ്കിൽ മാത്രമേ ഈ കുർബാന സ്വീകരണത്തിനും അതിലെ ഭാഗഭാഗ്യത്തിനും അർത്ഥമുള്ളൂ. മൂന്നാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ആദ്യം പറഞ്ഞ രണ്ടും മറന്നുപോയി കാണുമല്ലേ? ഉറപ്പാണ്, ഇല്ല അല്ലേ? എങ്കിൽ അത് മനസ്സിൽ കുറിക്കുക. മൂന്നാമത്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ക്രിസ്മസ് കാലത്തിന് കരോളിന് പോകും അല്ലേ? കരോൾ, നിങ്ങളുടെ വീട്ടിലും കരോൾ വരും അല്ലേ? അല്ലേ? അവിടെ എന്താ കരോളിന് വരുന്നവർ പറയുന്നത്? മക്കായു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ബേഥലഹേമിൽ പിറന്നിരിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി, അല്ലേ? ഇങ്ങനല്ലേ? അത് കേട്ട് നമ്മൾ കൈയടിച്ച് പാട്ടുപാടി അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കും. ആദ്യത്തെ കരോൾ നടന്നത് ഇന്നത്തെ സുവിശേഷത്തിലാണ്. അത് നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കരോൾ എങ്ങനെയായിരുന്നു? ഒരു വീട്ടിൽ പരിശുദ്ധ അമ്മ യേശുവുമായിട്ട് ചെല്ലുകയാ. അവിടെ സ്തുതി സ്തോത്രങ്ങളും ആശീർവാദങ്ങളും അഭിനന്ദനങ്ങളും ഉണ്ട്. അത് എൻജോയ് ചെയ്ത് അത് ആസ്വദിച്ചത് ആരാ? ഗർഭത്തിൽ കിടന്ന ശിശുവാ. അവർ തുള്ളിച്ചാടാൻ തുടങ്ങി. ആ കരോളിന്റെ പാട്ട് കേട്ട്, അവരുടെ സ്തുതിപ്പ് കേട്ട് ആരാ തുള്ളിച്ചാടിയത്? ഉള്ളിൽ കിടന്ന ശിശു കുതിച്ച് ചാടി. കരോള് അവിടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. കരോളിന്റെ എല്ലാ ചുറ്റിവട്ടങ്ങളും ഈ സുവിശേഷത്തിലുണ്ട്. എത്ര മനോഹരമാത് അല്ലേ? ഞാൻ പറയാൻ ആഗ്രഹിച്ച എന്താണെന്നറിയാമോ? ഒറ്റ കാര്യമാ. ഉള്ളിൽ കിടക്കുന്ന ശിശു പോലും അനുഗ്രഹിക്കപ്പെടും. അവർ തുള്ളിച്ചാടും, അവർക്ക് സന്തോഷം കിട്ടും. തലമുറകൾ അങ്ങനെ ദൈവ കൃപയിൽ നിറയും. അടുത്ത തലമുറ പോലും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ മാത്രമല്ല, ഇതുവഴി അടുത്ത തലമുറയിലേക്കാണ് ഈ കൃപ കിട്ടിയിരിക്കുന്നത്. യോഹന്നാൻ വഴിയൊരുക്കിയവന് കൃപ കിട്ടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കുന്നത് വഴി, നൽകുന്നത് വഴി, പങ്കുവയ്ക്കുന്നത് വഴി അടുത്ത തലമുറയാണ് പ്രകാശം കൊണ്ട് നിറയുന്നത്. നമുക്ക് പ്രകാശം കിട്ടി, ആ പ്രകാശം പങ്കുവയ്ക്കണം. ആ പ്രകാശം അനുഗ്രഹമായി, വെളിച്ചമായി എല്ലായിടത്തും ശോഭിക്കുമ്പോൾ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പേപ്പറിൽ 2 ദിവസം മുന്നേ വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. കേരള ഗവൺമെന്റിന്റെ ഒരു പഠനം എന്താണ്? നമ്മുടെ കേരളത്തില് ലഹരി മരുന്ന് ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് എയ്ഡ്സ് രോഗം വരുന്നു എന്ന്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ മരണ വ്യാപനമുള്ള രോഗം ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച്, അതിൽ കൂടുതലും യുവാക്കന്മാരാണ്. ഒരു തലമുറ തെറ്റാനുള്ള കാരണം ആരാ? ഉള്ളിൽ കിടന്ന ശിശു കുതിച്ചു ചാടാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. ഇന്ന് ശിശുക്കളും യുവാക്കന്മാരും ഒക്കെ തെറ്റായ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ കാരണങ്ങളാണ്. അവർക്ക് കൃപ കൊടുത്തില്ല. നാം സ്വീകരിച്ച യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ വന്ന് പ്രാർത്ഥിച്ചു, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നു. പക്ഷെ ഈ കൃപ മറ്റുള്ളവരിലേക്ക് എത്തണം. അതാണ് ക്രിസ്മസ് കൊണ്ട് ഉദ്ദേശിക്കുക.
ആ വെളിച്ചം എല്ലാവരും കേൾക്കണം, കാണണം. അവിടുത്തെ സ്വരം എല്ലാവരും അനുഭവിക്കണം. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. ദൈവം കൂടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ദിവ്യ കുർബാനയും ആഘോഷവും ധ്യാന ചിന്തകളും ഒക്കെ നമ്മളെ നയിക്കേണ്ടത് അതിലേക്കാണ്. നമ്മൾ സ്വീകരിച്ച യേശുവിനെ മറ്റുള്ളവരിൽ എത്തിക്കണം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നാം ജീവിക്കുന്ന കുർബാനയുടെ പേടകങ്ങളാണെന്നുള്ള ബോധ്യം വേണം. അടുത്ത തലമുറയിലേക്ക് നാം സ്വീകരിച്ച ക്രിസ്തുവിന് പകരത്തക്ക രീതിയിൽ നമ്മുടെ ആത്മീയത ശോഭിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ചെന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ കുറ്റം കുറവുമൊക്കെ പറഞ്ഞ് ആ കുടുംബത്തിൻ്റെ നന്മ, സന്തോഷം നഷ്ടപ്പെടുത്താതെ അവിടെ കൃപയുടെ സ്തോത്രഗീതത്തിൻ്റെ പരസ്പരം ആശ്ലേഷിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാക്കിയെടുക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.